സ്വഹാബികളുടെ ഇജ്മാ മുഖേന നടപ്പിലാക്കപ്പെട്ട മുഴുവൻ കർമ്മങ്ങളെയും നിഷ്കരുണം തള്ളിക്കളയാൻ വഹാബി പൗരോഹിത്യത്തിന് യാതൊരു മടിയുമുണ്ടായില്ല. ഔലിയാക്കളിൽ ശ്രേഷ്ഠരായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ മുഹീദ്ദീൻ എന്നാക്കി മാറ്റുകയും ഔലിയാക്കളുടെ സരണിയെ അദ്വൈത സിദ്ധാന്തത്തോട് ഉപമിക്കുകയും ചെയ്ത വഹാബിസം എത്രമേൽ അപകടകരമാണെന്ന് നമുക്കൊന്നു നോക്കാം. മക്കളില്ലാതിശ്രേഷ്ഠരാം മുസ്മാനരും പുന്നാര നബിയുടെ 2 മക്കളെ സൗജരും അവരാൽ നടന്നൊരു വാങ്ക് പോലും ബിദഇയ മഹാനവറുകൾ ഇന്ദഹും ഖുറാഫിയ. ചുരുക്കി പറഞ്ഞാൽ കുല്ലിലും തരം താഴ്ത്തല നേതാക്കൾ അധികം തന്ത്രമായി ചെറുതാക്കല. തരം താഴ്ത്തി ഔലിയാക്കളെ മുഴുവൻ ഇവർ ദീനെന്ന് മാറ്റിമറിച്ചു മുഹിയദീനവർ. അദ്വൈതമത്രേ ശൈഖിനുള്ള വാദമായി ആചാര്യ ശങ്കരനോട് തുലനം ചെയ്തു പോയി. ജൂലായിലക്കം അൽമനാർ കാണേണ്ടതാ 980 നോക്കേണ്ടതാ. അല്ലാഹു യുദ്ധം ചെയ്യുമിവരോടെന്ന് ഖുദ്സി ഹദീസിൽ വ്യക്തമായി പറയുന്നു. ഈ യുദ്ധമിൽ നീ തീർച്ചയായി മരിക്കുന്നതാ, അതോടെ നിന്റെ മാനതും നശിക്കുന്നതാ. ബുഖാരിയിൽ ഇത് വ്യക്തമായി പറയുന്നതാ. ബാബുത്തവാളു നോക്കതിൽ കാണുന്നതാ. ഉലമാഇനെ തരം താഴ്ത്തലും ഇവർക്കുള്ളതാ. അംവാത്ത് അഹിയാവും അതിൽ ഉൾപ്പെട്ടതാ. നിനക്കുള്ള കോട്ടം ആദ്യമായി ചിന്തിക്കണം. അന്യന്റെ മാംസം തിന്നലും സൂക്ഷിക്കണം. നിനക്കുള്ള അമല് നാളെ അവനും നൽകണം. ഇല്ലെങ്കിലോ അന്യന്റെ കുറ്റം ഏൽക്കണം. പരലോകമിൽ നീ കൈവലഞ്ഞവൻ തന്നെയാ. ഖേദം ഒടുക്കാൻ മാർഗമില്ലത് തീർച്ചയാ.